ഒസ്താസ്യോസ് തിരുമേനി എന്ന നാമധേയം തന്നെ മലങ്കര സഭ ഒരു വലിയ ലെഗസിയുടെ സാന്നിധ്യമായിട്ടാണ് കാണുന്നത്. മലങ്കര സഭയിൽ എല്ലാ കാലത്തും ഇത്തരം ലെഗസികൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ചരിത്ര പുരുഷന്മാരായി മാറിയതിൻ്റെ കാരണം ഈ ലെഗസിയെ ഏറ്റെടുക്കുവാനും പിന്തുടരുവാനും വേണ്ടത്ര ശിഷ്യഗണങ്ങൾ ഇല്ലാതെ പോകുന്നതാണ്. അതിൽ സ്വർഗത്തിൽ ഇപ്പോൾ ഒസ്താസ്യോസ് തിരുമേനി ഏറെ സന്തോഷിക്കുന്നു എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. തിരുമേനി ഉയർത്തിപ്പിടിച്ച ആ വലിയ ലെഗസിയെ പിന്തുടരുവാൻ ഉത്തമനായ ഒരു പിൻഗാമിയെ കണ്ടെത്തുകയും ഈ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്ത ചാരിതാർത്ഥ്യം മലങ്കരയുടെ വലിയ ഗുരുവിൻ്റെ മുഖത്തിപ്പോഴും വിളങ്ങുന്നു എന്നാണ് എൻ്റെ ഒരു ബോധ്യം. പിന്നെ തിരുമേനി അത് തുടരുന്നു. ക്രിസോസ്റ്റമോസ് തിരുമേനിയിലൂടെ ആ ശുശ്രൂഷ നമുക്ക് ലഭിക്കുന്നു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ അനുഗ്രഹീതമായ ദൗത്യത്തിന് നേർന്നു നൽകുന്ന പരുമല മാർ ഗ്രിഗോറിയോസ് സ്നേഹതീരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എല്ലാ പ്രവർത്തകരോടുമുള്ള അഭിനന്ദനം പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. സഭ ഒരേ സമയത്ത് ഒരു സമുദായവും അതേ സമയത്ത് ഒരു സാന്നിധ്യവുമാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ സഭ സാന്നിധ്യമാകാൻ വിളിക്കപ്പെട്ടതാണ്. അതാണ് നമ്മുടെ ക്രിസ്തുത ദർശന ബോധ്യവും സഭാശാസ്ത്ര ബോധ്യവും. സഭ സാന്നിധ്യമാണ് എന്ന ഉയർച്ച ബോധ്യത്തോടുകൂടി ജീവകാരുണ്യപരമായ സാമൂഹ്യക്ഷേമപരമായ ദൗത്യത്തിന് വളരെയേറെ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു തൃതീയ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. തീർച്ചയായും മലങ്കര സഭ മുഴുവനും ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുന്ന ഇത്തരം സാന്നിധ്യം അത് അതുല്യമാണ്. അത് പലപ്പോഴും വേണ്ടത്ര നിലയിൽ ജനങ്ങളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്ന സത്യം നാം അംഗീകരിച്ചാൽ തന്നെ തീർച്ചയായും വലിയ മഹത്തായ ദൗത്യം നാം ഇപ്പോൾ നിർവഹിക്കുന്നു. നാം ആയിരിക്കുന്ന ഈ വൈവിധ്യങ്ങളുടെ മണ്ണിൽ ജീവകാരുണ്യപരമായ സാമൂഹ്യക്ഷേമപരമായ വലിയ സാന്നിധ്യമാകുവാൻ നമുക്ക് കഴിയുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭ സാന്നിധ്യമാണ് എന്ന ബോധ്യമാണ് നാം ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠർക്കും എൻ്റെ സ്നേഹിതന്മാർക്കും അറിയാം, ചിലരൊക്കെ സഭയെപ്പറ്റി സഭയുടെ വളർച്ചയെപ്പറ്റി സ്കോർ ബോർഡുകൾ തയ്യാർ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അവർ സഭയുടെ വളർച്ച എങ്ങനെയെന്ന് എന്നതിനെപ്പറ്റി വ്യത്യസ്തമായ മാനദണ്ഡങ്ങളൊക്കെ നിർവഹിച്ച് ഓരോ 6-നും 4-നും കൈയ്യടി കൊടുക്കുന്നത് പോലെ ചില പ്രത്യേക രീതിയിൽ സ്കോർ ബോർഡുകൾ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും സഭ ഒരു സാന്നിധ്യമാണെന്ന ദൗത്യം അവർ മറന്നു പോകുന്നത് കൊണ്ടാണ് ചില നിരാശയുടെ പരിസരങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അർത്ഥരഹിതമായ ചില സംഭാഷണങ്ങളിൽ അവർ ഏർപ്പെടുകയും ചെയ്യുന്നത്. സഭയ്ക്ക് അടിസ്ഥാനപരമായി ഭൂമിയുടെ ഉപ്പാകാനും അടിസ്ഥാനപരമായി ഈ സമൂഹത്തിൻ്റെ വഴിയും വഴിവിളക്കുമാകുവാനും അടിസ്ഥാനപരമായി ഈ സമൂഹത്തെ പ്രകാശത്തിലേക്ക് നയിക്കുവാനുമുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഉത്തരവാദിത്വത്തിൻ്റെ പൂർത്തീകരണമാണ് സഭ അതിൻ്റെ ജീവകാരുണ്യ ബോധ്യങ്ങളിലൂടെ സഭ എന്ന നിലയിൽ അതിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പിക്കലൂടെ വളരെ ബോധ്യത്തോടെ നിർവഹിക്കുന്നത്. ആ നിർവഹണ പ്രക്രിയയിൽ ഏറെ അഭിമാനത്തോടെ ഓർക്കുവാൻ കഴിയുന്ന ഒന്നാണ് നിരണം ഭദ്രാസനം നേതൃത്വം നൽകുന്ന പരുമല മാർ ഗ്രിഗോറിയോസ് സ്നേഹതീരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെന്ന് ദൈവസന്നിധിയിൽ നന്ദിപൂർവ്വം ഓർക്കുകയും അഭിനന്ദനായ ക്രിസോസ്റ്റമോസ് തിരുമേനിയോടും ഈ സ്നേഹതീരം ചാരിറ്റബിൾ സൊസൈറ്റി അംഗങ്ങളോടും ഈ